നമ്മളിപ്പോൾ പറഞ്ഞ ഇതാണ് നമ്മുടെ നോർമൽ ഹീമോഗ്ലോബിനായിട്ടുള്ള ആ ജീൻ, ഹീമോഗ്ലോബിൻ ജീൻ. നമ്മുടെ ബൈക്കോൺകേവ് ഷേപ്പുള്ള ആർ ബി സിയിൽ കാണാൻ നമ്മൾ പറഞ്ഞ ഹീമോഗ്ലോബിൻ എ ജീൻ, ഡോമിനൻ്റ് ആയിട്ടുള്ള ജീന്. അതിനെ കറസ്പോണ്ട് ചെയ്യുന്ന ബേസ് പേരുകളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ആ ജീൻ CTC-GAG എന്ന് പറഞ്ഞ ജീൻ, ആ GAG എന്ന് പറഞ്ഞ ജീൻ ഒരു mRNA ആയിട്ട് മാറുന്നു, മെസ്സഞ്ചർ RNA. സോ അതെന്താണ് GAG. ഇനി ഇതിൽ നിന്ന് ഒരു പ്രോട്ടീനായിട്ട് മാറുകയാണ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ പോളിപെപ്റ്റൈഡ്, ഹീമോഗ്ലോബിൻ എ പോളിപെപ്റ്റൈഡ്, ഡോമിനൻ്റ് എ ജീന് കാരണക്കാരായ ഹീമോഗ്ലോബിൻ എ പോളിപെപ്റ്റൈഡ്. അവിടെ കുറേ അമിനോ ആസിഡുകൾ നമുക്ക് കാണാം. വാലിൻ, ഹിസ്റ്റഡീൻ, ലൂസിൻ, ത്രിയോണിൻ, പ്രോളിൻ, ഗ്ലൂട്ടാമിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക്. സോ 1 മുതൽ 7 വരെയുള്ള അമിനോ ആസിഡുകൾ നമുക്ക് കാണാം. ഇതിൽ ഈ GAG എന്ന് പറഞ്ഞതിൻ്റെ ഏരോ മാർക്ക് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഗ്ലൂട്ടാമിക് ആസിഡ് 6ാമത്തെ കോഡോൺ അല്ലെങ്കിൽ 6ാമത്തെ പൊസിഷൻ, 6th കോഡോൺ അല്ലെങ്കിൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡാണ് നോർമൽ ഹീമോഗ്ലോബിൻ ജീനുള്ളവരിൽ, അവരുടെ ബൈക്കോൺകേവ് ഷേപ്പുള്ള RBC. അതേസമയം സിക്കിൾ സെൽ ഷേപ്പാണ് നിൽക്കുക. എങ്ങനെയാണ് സിക്കിൾ സെൽ ഷേപ്പ്? റെസിസീവ് ജീനാണ്, HbA ജീന് വരെ റെസിസീവ്. അവിടെയും ഈ പറഞ്ഞ ജീനിൽ വ്യത്യാസമുണ്ട്. CAC, അതുപോലെ GTG. ഈ GAG അഡിനീൻ എന്ന് പറഞ്ഞ സംഭവത്തിന് അവിടെ GTG ആയിട്ട് മാറുന്നു. അതുപോലെ mRNA ആയിട്ട് മാറുമ്പോൾ നമ്മുടെ വ്യത്യാസം നോക്കി, ഇവിടെ GAG ആണ് നോർമൽ. ഈ അഡനീൻ എന്ന് പറഞ്ഞ ബേസ് പെയർ മാറി യുറാസിലായിട്ട് മാറുന്നു. ഓക്കെ, GUG, GAGക്ക് പകരം GUG. ഒരൊറ്റ ബേസ് പെയർ മാത്രമേ മാറിയുള്ളൂ. അഡനീൻ എന്ന് പറഞ്ഞ ബേസ് പെയർ മാറി അമിനോ ആസിഡിലെ ഗ്ലോബിൻ പ്രോട്ടീനിലെ യുറാസിലായിട്ട് മാറി. സോ ഇവിടെ അഡനീൻ ആയിരുന്നപ്പോൾ GAG എന്നുള്ളതായിരുന്നപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡാണ് 6th പൊസിഷനിലുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ എസ് ജീനിൻ്റെ പെപ്റ്റൈഡിൽ നോക്കിയേ, ഈ പറഞ്ഞ വാലിൻ, ഹിസ്റ്റഡിൻ, ലൂസിൻ, ത്രിയോണിൻ, പ്രോളിൻ അതൊക്കെ 1, 2, 3, 4, 5 വരെയൊക്കെയാണ് കറക്റ്റാണ്, ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നു. എന്നാൽ ഈ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 6ാമത്തെ പൊസിഷനിൽ GUG ഒരൊറ്റ യുറാസിൽ വന്നപ്പോഴേക്കും അവിടെ അമിനോ ആസിഡ് മാറി എന്തായി മാറി? വാലിനായിട്ട് മാറി. സോ 6th പൊസിഷനിലാണ് ഈ ചേഞ്ച്. ഗ്ലൂട്ടാമിക് ആസിഡ് വാലിനായി മാറി, കാരണം അഡനീൻ യുറാസിലായിട്ട് മാറി. ബാക്കിയൊക്കെ അതുപോലെ തന്നെ. സോ ഒരൊറ്റ സിംഗിൾ ബേസ് പെയർ ഇൻ അമിനോ ആസിഡ് അല്ലെങ്കിൽ സിംഗിൾ ജീൻ അമിനോ ആസിഡിൽ മാറ്റം വന്നപ്പോൾ ആ ഒരു സിംഗിൾ അമിനോ ആസിഡ് മാറി എന്തായിട്ട് മാറി? വാലിനായിട്ട് മാറി. അങ്ങനെ ഈ ബൈക്കോൺകേവ് ഷേപ്പിൽ നിന്ന് അത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സിക്കിൾ ഷേപ്പ് സ്ട്രക്ചറായി മാറി. ബിക്കോസ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞു, ഓക്സിജൻ ടെൻഷൻ, ഓക്സിജൻ അവൈലബിലിറ്റി കുറഞ്ഞു. അങ്ങനെ പോളിമറൈസേഷൻ നടന്ന് ഇലോങ്ങേറ്റഡ് ഷേപ്പായി സിക്കിൾ ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറി. ഇതാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ, നോർമൽ ഹീമോഗ്ലോബിൻ ജീനും സിക്കിൾ സെൽ അനീമിയുള്ള ആൾക്കാരുടെ ആ ജീൻ്റെയും ആ പിക്ചർ നമ്മളിവിടെ കണ്ടേക്കണം. അങ്ങനെയാണ്. സോ നോർമൽ ഇൻഡിവിജ്വലിൻ്റെ ഹീമോഗ്ലോബിൻ ഇങ്ങനെയും, അതുപോലെ സിക്കിൾ സെൽ അനീമിയുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ അവരുടെ ഹീമോഗ്ലോബിൻ്റെ ഷേപ്പും ആണ് ഇവിടെ കാണിച്ചേക്കണം. സോ ഇവിടെ നമ്മുടെ ബീറ്റ ചെയിൻ, ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിലാണ് ഈ പറഞ്ഞ പൊസിഷൻ വ്യത്യാസം വന്നത്. GAG മാറി, GUG ആയി മാറി, ഗ്ലൂട്ടാമിക് ആസിഡ് മാറി, വാലിനായി മാറി. എത്രാമത്തെ പൊസിഷനിൽ? 6th കോഡോൺ അല്ലെങ്കിൽ 6th പൊസിഷനിലാണ് ഗ്ലൂട്ടാമിക് ആസിഡ് വാലിനായിട്ട് മാറിയത്. സിംഗിൾ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ അമിനോ ആസിഡ്.